യാറക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. അപ്പൊ കേക്ക് വാങ്ങിക്കാനും ഡ്രസ്സ് എടുക്കാനും വേണ്ടി വന്നിരിക്കുവാണ്. ആസ് യൂഷ്വൽ ഒരു തന്നെയാണ് നമ്മളുള്ളത്. ഇന്ന് ചെറിയ ഒരു ചേഞ്ച് ഉണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ രണ്ടുപേരും മാത്രമാണ് വരാറ്. പക്ഷെ ഇന്ന് യാരെയും അഫയും കൂടി കൂട്ടി കേട്ടോ. യാരക്ക് ഇഷ്ടമുള്ള കേക്ക് എടുക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ അധികം വലിയ ആഘോഷമൊന്നുമില്ല. ചെറിയ ഒരു കേക്ക് കട്ടിങ്ങും പിന്നെ ഒരു ഡ്രസ്സും എടുക്കാനുണ്ടായിരുന്നു. വഫക്കുട്ടി ആണെങ്കിൽ ലൂലില് വന്ന് ഇറങ്ങിയപ്പോ മുതലുള്ള ഓട്ടമാണ്. എങ്ങോട്ടാണ് ഓടുന്നത് പുള്ളിക്കാർക്ക് പോലും അറിയാൻ പറ്റുന്നില്ല. ഞങ്ങളും കൂടെ ഓടി ആകെ ക്ഷീണിച്ചിട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങളെ ഹൈപ്പർ മാർക്കറ്റിൽ കയറിയപ്പോൾ ഒരു ചെറിയ ബുദ്ധി പ്രയോഗിച്ചു. വേറൊന്നുമല്ല, അവളതാ ഈ ഒരു വണ്ടിയിൽ അങ്ങ് ഇരുത്താമെന്ന് വിചാരിച്ചു. ഓടിക്കഴിഞ്ഞാലേ ഇവിടെ എവിടെ നിന്ന് വെച്ച് പിടിക്കാനാണ്. അതുകൊണ്ടാണ്. ഇന്നെന്താണെന്നറിയത്തില്ല, പതിവിലും വിപരീതമായിട്ടേ ആളുകളൊക്കെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണോ ആവോ. എന്താണെങ്കിലും അതുകൊണ്ട് തന്നെ യാറക്കുട്ടിക്ക് വഫക്കുട്ടീനെ ഉന്തിക്കൊണ്ട് നടക്കാൻ പറ്റിയിട്ടോ. അല്ലെങ്കിൽ ഭയങ്കര തിരക്കാവുമ്പോൾ നമുക്ക് ഈ ഒരു ട്രോളി പിടിച്ച് നടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അങ്ങനെ ഞങ്ങളെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് യാറക്കുള്ള കേക്കും വാങ്ങിച്ചിട്ടുള്ള വരവാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് നേരെ വണ്ടിയിലേക്ക് വെച്ച് പിടിച്ചു. പക്ഷേ ഉണ്ടല്ലോ, വഫക്കുട്ടിക്ക് നല്ല വിശപ്പ് കാണാം. അത്ര നല്ല ഓട്ടമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ വാങ്ങിച്ച ഡോണിട്ട് അവൾ അപ്പൊ തന്നെ കഴിച്ചിട്ടോ. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ലുലുവിനും ടാറ്റയും പറഞ്ഞിട്ട് ഇറങ്ങുവാണ് കേട്ടോ. യാറക്കുട്ടി ആണെങ്കിൽ അങ്ങനെ നടന്നോളും, ഒരു കുഴപ്പമില്ല കേട്ടോ. കുറച്ച് വലുതല്ലേ. പക്ഷെ വഫക്കുട്ടി കൈ വിട്ട് കഴിഞ്ഞാൽ അപ്പ ഓട്ടമാണ്. അതുകൊണ്ട് തന്നെ അവളെ നമ്മൾ കൂടുതൽ കെയർ ചെയ്യേണ്ട സമയമാണല്ലോ. ബർത്ത്ഡേയുടെ അന്ന് രാവിലെ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് സ്കൂളിൽ പോയി ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്തിട്ടോ ഫ്രണ്ട്സിന്. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ വന്നതിന് ശേഷം നോമ്പൊക്കെ തുറന്നിട്ട് ഞങ്ങൾ കേക്ക് ഒക്കെ കട്ട് ചെയ്തു. വളരെ സിമ്പിൾ ആയിട്ടായിരുന്നു നമ്മളുടെ ഈ ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴേ ഇതായിരുന്നു ഞങ്ങളുടെ ഫൈനലൊക്കെ. എല്ലാവരും വിഷയം ചെയ്തേക്കണേ.